ഹലോ. രേണുസുതി രേണുസുതിയുടെ ഒരു ഇൻ്റർവ്യൂ ആദ്യം ഞാൻ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. രേണുസുതി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാ, അങ്ങനെ കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണങ്ങൾ വരുന്നത് മാത്രമല്ലേ രേണുവേ. രേണു അല്ലാണ്ട് വേറെ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് പിന്നീട് എവിടെയും മാറ്റി പറയരുതേ കേട്ടോ. അതിനെക്കുറിച്ച് ഇപ്പം മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സമയമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഒരുപാട് കമന്റുകളായിട്ടും ഒരുപാട് എന്താ പറയാ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിലെല്ലാം ഒരുപാട് കാണുന്നുണ്ട്. രേണുസുതി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു, ഡൈവോഴ്സ് ചെയ്തിട്ടാണ് സുധിച്ചേട്ടനുമായിട്ട് കണ്ടുമുട്ടുന്നത്. അതിന്റെ എന്താണ് സത്യം? എന്താ ചിരി! ഈ ചിരിയൊക്കെ പുറത്തിറങ്ങുമ്പോഴും കാണണം ബിഗ് ബോസ് എന്ന് കേട്ടോ. എന്താ പറയാ, ഇപ്പം സുധിച്ചേട്ടന് മുന്നിലുള്ള ലൈഫ് എന്താ പറയാ, ഇപ്പൊ എന്തുണ്ടെങ്കിലും എന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അത് സുധിച്ചേട്ടനും വേണ്ടപ്പെട്ടവരും അറിഞ്ഞിട്ടാണ് എന്തായാലും ലൈഫിലോട്ട് കടന്നത്. പിന്നെ അതിപ്പം പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ ആൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആളെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തും വന്നോട്ടെ അത് നമ്മള് നമ്മുടെ ലൈഫ് മാത്രം മുന്നോട്ട് കൊണ്ടുപോവാം, അതിനെപ്പറ്റി ഒന്നും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട. ആളും ആളുടെ ലൈഫിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് ശരിയായിരിക്കും. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, അത് പുതിയൊരു ലൈഫിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പം ഞാൻ ഫസ്റ്റ് മാരേജ് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്തായി പ്രശ്നം? ഞാൻ മാരേജ് കഴിച്ചിട്ടുണ്ട്, ഡിവോഴ്സാണ്, അതിനുശേഷമാണ് സുധിച്ചേട്ടന് കല്യാണം കഴിച്ചത് എന്ന് പറയുന്നതിൽ ഇപ്പം എന്തിരിക്കുന്നു? അത്രേ ഇവിടെ എല്ലാവരും ചോദിക്കുന്നുള്ളൂ. എന്തിനാ കള്ളത്തരം പറയുന്നേ? ഇത് ഇൻ്റർവ്യൂവിൽ കയറിയിട്ട് ഞാൻ കല്യാണം കഴിച്ചത് ഇപ്പോൾ 2 ആണെങ്കിലും 3 ആണെങ്കിലും നിങ്ങൾക്ക് എന്തുവാ പ്രശ്നം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ, ഞാൻ നിങ്ങളെ ബോധിപ്പിക്കണോ എന്നുള്ള ഡയലോഗ് അടിയുടെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നോ? ഓപ്പണായിട്ട് സത്യമായിട്ട് അങ്ങ് പറഞ്ഞായിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീരുമായിരുന്നു. ഇതിപ്പോൾ ബിഗ് ബോസിൽ പോയതുകൊണ്ട് അവിടെ ക്യാമറ ഉള്ള കാര്യവും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രേണു അങ്ങ് മറന്നുപോയി, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അങ്ങ് മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേണു പോലും അറിയാത്ത, രേണുവിൻ്റെ മനസ്സിൽ രേണു മൂടി വെച്ച ചില സത്യങ്ങൾ രേണു പോലും അറിയാതെ പുറത്തോട്ട് വരുന്നുണ്ട്. ആദ്യം സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം, അതായത് എയർ ഹോസ്റ്റസിൻ്റെ കാര്യം, അത് കഴിഞ്ഞപ്പോൾ വേറെ ഒന്ന്, ഇപ്പോൾ അതേ കല്യാണത്തിൻ്റെ കാര്യം. അത് ഞാൻ കേൾപ്പിച്ചു തരാം. കേട്ടല്ലോ, ഞാൻ ഒരു ഡിവോഴ്സ് ആയ ആളാണ്, കല്യാണം കഴിച്ചത് കള്ളം പറഞ്ഞിട്ടാണ്. പൊളിഞ്ഞോ? ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ട്. ഇതിപ്പം രേണു ബിഗ് ബോസിൽ കയറുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങൾ രേണു ബിഗ് ബോസിൽ പോയതിന് ശേഷം രേണു പോലും അറിയാതെ തിരുത്തി പറയുന്നുണ്ട്. ഇതിപ്പം പുറത്തിറങ്ങുമ്പോഴേക്കും മൊത്തം നെഗറ്റീവായിരിക്കും. കാരണം സത്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ രേണുവിൻ്റെ അവസ്ഥ. ശരി എന്നാ, ടാറ്റാ.